ഹായ് ഡിയേഴ്സ്. ഇന്ന് നമുക്കൊരു ഹെൽത്തി പലഹാരം ഉണ്ടാക്കാം. വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരമാണിത്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. എണ്ണയിൽ മുക്കി പൊരിക്കാതെയാണ് നമ്മൾ ഇന്ന് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എത്ര വേണമെങ്കിലും ഇടാം. ഞാൻ 10-15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരിയും. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി വന്ന ആ നെയ്യിൽ തന്നെ നമുക്ക് മറ്റ് മസാലകളൊക്കെ വാട്ടിയെടുക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ തേങ്ങയുടെ ഒരു അരമുറി എടുത്ത് ചിരണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്കിടാം. തേങ്ങയ്ക്ക് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഇതിലൊരു കയ്യിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് നമുക്കിതിലെ കൂട്ടത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു മാങ്ങ ചെത്തിയത്, നല്ല പഴുത്ത മാങ്ങയാണ് അത് ചെത്തിയതും ഇട്ട് നമുക്കതിലേക്കൊരു വലിയ കയ്യിൽ റവയും ഇട്ട് നമ്മുടെ മസാല ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മിക്സാക്കി എടുക്കാം. പഴുത്ത മാങ്ങ ചേർത്തപ്പോൾ ഇത് നല്ല രീതിയിൽ ഗ്രേവിയായി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് കാരക്ക ചേർക്കാം. കാരക്ക ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തു. അത് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. കാരക്ക ഇങ്ങനെ നമ്മുടെ ഫുഡിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രസമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മസാല കുറച്ച് ടൈറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പാൽ ആവശ്യത്തിന് മാത്രം ചേർത്ത് ഇതൊന്ന് ലൂസാക്കാം. അധികം പാൽ ചേർത്താൽ നമ്മുടെ മസാല അധികം ലൂസായി പോകും. അതിനോട് കുറച്ച് പാൽ മാത്രമേ ചേർക്കാവൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അവിൽ ചേർക്കാം. കൂടാതെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ പകുതി ഭാഗവും ഇതിലേക്ക് ചേർക്കാം. കുറച്ചുകൂടി വാടിയതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ മസാലക്കൂട്ട് ഇറക്കി വെക്കാം. ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എൻ്റെ റൗണ്ടിലാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഓരോ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതിലേക്ക് വേണമെങ്കിൽ ഏത് തരം നട്ട്സും നമുക്ക് പൊടിച്ചോ ക്രഷ് ചെയ്തോ ചേർക്കാവുന്നതാണ്. എത്ര എളുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് കഴിക്കാൻ വളരെ രുചിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കടിയായിട്ട് നിങ്ങളിതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ KP ടേസ്റ്റ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.